കോട്ടയത്ത് കൂൾ ബാറിന്റെ മറവിൽ വീര്യം കൂടിയ അനധികൃത വൈൻ വിൽപ്പന. പാലാ പിഴക് ജംഗ്ഷനിലുള്ള സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന കൂൾ ബാറിൽ നിന്ന് 67.5 ലിറ്റർ വീര്യം കൂടിയ വൈൻ പിടിച്ചെടുത്തു. സംഭവത്തിൽ പാലാ പിഴക് സ്വദേശിക്കെതിരെ പാലാ എക്സൈസ് കേസെടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ഗോകുൽ, എപ്പോഴാണ് ഈ എക്സൈസിന്റെ റെയ്ഡ് ഉണ്ടായത്? ഈ അറസ്റ്റിലായ ഈ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തുടർ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്ന് രാവിലെയായിരുന്നു എക്സൈസ് റെയ്ഡ് നടക്കുന്നത്. പാലാ പിഴക് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കൂൾ ബാറിൽ ഇത്തരത്തിൽ അനധികൃതമായിട്ട് വീര്യം കൂടിയ വൈൻ വിൽക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പാലാ എക്സൈസ് സംഘം റെയ്ഡ് നടത്തിയത്. റെയ്ഡ് നടത്തിയ സമയം 67.5 ലിറ്ററോളം വീര്യം കൂടിയ വൈൻ ഈ കടയിൽ നിന്നും പിടിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൂൾ ബാറിന്റെ മറവിലായിരുന്നു അനധികൃത ഈ വീര്യം കൂടിയ വൈൻ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. ഇയാൾ ഏറെ കാലമായിട്ട് ഈ പ്രവർത്തനം തുടർന്നു വന്നിരുന്നതായിട്ട് എക്സൈസ് സംഘം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പിഴക് സ്വദേശിയായിട്ടുള്ള റെജി തോമസിനെതിരായിട്ടാണ്, ഈ കടയുടമയായിട്ടുള്ള റെജി തോമസിനെതിരായിട്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. കേസ് നടപടികളാണ് ഇപ്പോൾ എക്സൈസ് സംഘം ആരംഭിച്ചിരിക്കുന്നത്. 2020-ലും സമാനമായി ഇയാളെ തന്നെ 145 ലിറ്റർ ഇത്തരത്തിൽ വീര്യം കൂടിയ വൈനുമായിട്ട് പിടിക്കുന്ന ഒരു സാഹചര്യവും 2020-ലും ഉണ്ടായിരുന്നു. അതേ പ്രവർത്തനം അയാൾ വീണ്ടും തുടർന്നിരുന്നുവെന്നാണ് ഇപ്പോൾ ഈ സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലീസ് വിശദീകരണം നൽകിയിട്ടില്ല. എന്തായാലും കേസ് എടുത്തുകൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി. അനധികൃത വൈൻ വിൽപ്പന നടത്തുന്നതായി എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലാ എക്സൈസ് റേഞ്ച് നടത്തിയ റെയ്ഡിൽ വൈൻ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മീനച്ചിൽ സ്വദേശി റെജി തോമസിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഗോകുൽ രമേശ്.